Hi friends, welcome to godsowntaste. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്സ് തന്നെയാണ്. നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറോട്ട വെജ് റോളും പൊറോട്ട എഗ് റോളും. രണ്ട് പൊറോട്ട ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട എഗ് റോളും പൊറോട്ട വെജിറ്റബിൾ റോളും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് എന്നാൽ കിടക്കാം. നമ്മുടെ ഈ പൊറോട്ട എഗ് റോളും വെജ് റോളിനും ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ക്യാബേജ്. ഈ ക്യാബേജിൻ്റെ ഇത്രയും മുഴുവനായിട്ട് എടുക്കണ്ട. ഇതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം എടുത്താൽ മതി. നല്ലപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുക്കുക. പിന്നെ വേണ്ടത് ഒരു സവാള, 2 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇതുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കൂടെ എഗ് റോളിന് വേണ്ട 2 മുട്ട. ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു എഗ് റോളും വെജ് റോളും ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ റോളിന് ആവശ്യമുള്ള ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. ഈ ക്യാരറ്റ് നല്ലപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ക്യാരറ്റ് എടുക്കുക. അതിൻ്റെ ഇവിടുത്തെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് നല്ലപോലെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. കണ്ടോ, നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിനെല്ലാം കൂടെ ഇതുപോലെ റോൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ പിടിച്ച് ചെറുതായിട്ട് ഈ സൈഡിൽ നിന്ന് തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇങ്ങനെ മൊത്തം ക്യാരറ്റും സ്ലൈസ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഇതുപോലത്തെ ഒരു ചെറിയ പോർഷൻ ക്യാബേജ് എടുക്കുക. ക്യാബേജ് അരിഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇത് ഇങ്ങനെ വെക്കുക. ചെറുതായിട്ട് ഇവിടുന്ന് നല്ല നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. ക്യാബേജ് ഉണ്ടോ, ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുത്ത് വളരെ ചെറുതായിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ക്യാരറ്റിൻ്റെ കൂടെ അങ്ങ് മാറ്റി വെക്കുക. അടുത്തായിട്ട് ഒരു ക്യാപ്സിക്കം എടുക്കുക. അതും ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം എടുത്ത് നടുവേ മുറിച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മുറിക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ക്യാരറ്റും ക്യാബേജും അരിഞ്ഞ പോലെ തന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞ് ഇതും നമ്മുടെ ക്യാരറ്റിൻ്റെ ക്യാബേജിൻ്റെ കൂടെ മാറ്റി വെക്കുക. ഇനി അതിനുള്ള ബീൻസ് എടുക്കുക. ഇതുപോലെ നമ്മുടെ ഇതിനെ മാച്ച് ആവുന്ന പോലെ ചെറുതായിട്ട് ഇത്തിരി നീളത്തിൽ ഉണ്ടോ. നമ്മുടെ ബീൻസും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അടുത്തായിട്ട് അരിയാനുള്ള സവാളയാണ്. സവാള അരിയേണ്ടത് നമ്മൾ സാധാരണ അരിയുന്ന പോലെ ഇങ്ങനെ അരിയാൻ പാടില്ല, ഇങ്ങനെ അരിയണം. നമ്മുടെ സവാളയും കൂടെ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ടുപോരും. ഇനി നമുക്കിതും കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ വെജിറ്റബിൾ എല്ലാം നമ്മൾ അരിഞ്ഞൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഈ സ്റ്റഫിങ്ങിന് വേണ്ടുള്ള സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റഫിങ് ഉണ്ടാക്കാം. സ്റ്റഫിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം ഒരു കടായി എടുത്ത് വെക്കുക. അതിനകത്തോട്ട് കുറച്ചെണ്ണ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ആവശ്യത്തിനെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വേവിക്കണ്ട, വളരെ കുറച്ച് നേരം. ഇത് കാരണം ഇതിൽ എല്ലാ സാധനങ്ങളും മിക്കവാറും സാധനങ്ങൾ ഇത് പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് വേവിക്കണ്ട. ഒരു 10 മിനിറ്റ്സ് നല്ല മിലിറ്ററി ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചൂടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഏകദേശം കുക്കാവും. അത് ജസ്റ്റ് 5 to 10 മിനിറ്റ്സ്. വെജിറ്റബിൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഈ ക്യാരറ്റൊക്കെ ഒരുമാതിരി ട്രാൻസ്പാരൻ്റ്. അപ്പോൾ മനസ്സിലാക്കണം നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ടുള്ള പൊടികളും സോസസും ചേർക്കാം. ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ഒഴിക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. ഈ സോസസിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ ഇടുക. സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് ആൻഡ് സ്റ്റെം ഇടുക. വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിൾ സ്റ്റഫിങ്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് എഗ് റോളിന് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. ആദ്യം അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 എഗ് ഉണ്ടല്ലോ, അതൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ടോ ഒരു ബൗളിലോട്ടോ എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ അങ്ങനെ ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഈ ബീറ്റ് ചെയ്ത എഗ്ഗ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഇതുപോലെ എഗ്ഗ് ബീറ്റ് ചെയ്ത എഗ്ഗ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ എഗ്ഗ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ വെജിറ്റബിൾ മസാല, അതിൽ നിന്ന് ഒരു പകുതി പോർഷൻ നമ്മുടെ എഗ് മസാലയ്ക്ക് ആവശ്യമുള്ള പോർഷൻ ഇതിനകത്ത് ഇടുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ എഗ്ഗും ഈ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇനി അധികം മസാല ഒന്നും ചേർക്കണ്ട. എഗ്ഗിനുള്ള സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഫസ്റ്റ് നമുക്ക് പൊറോട്ട വെജ് റോൾ തയ്യാറാക്കാം. ആദ്യം ഒരു പൊറോട്ട എടുത്ത് വെക്കുക. ഈ പൊറോട്ടയിലോട്ട് കുറച്ച് മയോണൈസ് തേക്കുക. ആ പൊറോട്ടയിലോട്ട് തന്നെ ഒരു നടുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ സെഷ്വാൻ സോസ്, ഇത് രണ്ടുമാണ് ബെറ്റർ. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് വെജിറ്റബിൾ വെക്കുക. എന്നിട്ട് ഇത് കുറച്ചിങ്ങനെ നീക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഇങ്ങനെ മടക്കി അങ്ങ് എടുക്കുക. മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇത് ഇളകാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ടൂത്ത് പിക്ക് നടുക്കൂടെ ഇങ്ങനെ അങ്ങ് ചേർത്ത് വെക്കുക. ഇതുപോലെ നമുക്ക് അടുത്ത റോളും തയ്യാറാക്കാം. എഗ് റോളിന് വേണ്ടി ഒരു പൊറോട്ട എടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ. കുറച്ച് മയോണൈസ് എടുത്ത് തേക്കുക, കുറച്ച് സോസ് ഒഴിക്കുക, എഗ്ഗ് മസാല ഇതിലോട്ട് സ്റ്റഫ് ചെയ്യുക. ഇതുപോലെ മടക്കുക, ടൂത്ത് പിക്ക് എടുക്കുക, ഒന്ന് കുത്തി വെക്കുക, ഇങ്ങനെ സൈഡിലോട്ട് വെക്കാം. പിന്നെ നമ്മുടെ 2 വെജ് പൊറോട്ട റോളും 2 എഗ് റോളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിന് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.